ഭൈരവഗീതം. രചന അക്ഷരമൗന. 3. ഭൈരവഗീതം. മുത്തശ്ശി കാർത്യായനിയമ്മയുടെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്നും യാത്രയായിട്ട് ഇന്നേക്ക് 16 തികയുന്നു. ആ ചെറിയ മുറിയിൽ മുത്തശ്ശി മരിച്ചുകിടന്ന അതേ പായയിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു ഭൈരവിഗീതിക. അവളുടെ കയ്യിൽ മുത്തശ്ശിയുടെ ആ പഴയ നരച്ച സെറ്റുസാരിയുണ്ടായിരുന്നു. ആ തുണിയിൽ മുഖം പൂഴ്ത്തി മുത്തശ്ശിയുടെ മണം തിരയുകയായിരുന്നു ആ പാവം പെൺകുട്ടി. പെട്ടെന്നാണ് ആ മുറിയുടെ വാതിൽ ഒരു ചവിട്ടോടെ തുറക്കപ്പെട്ടത്. അന്തരീക്ഷത്തിലെ ആ ശാന്തതയെ കീറിമുറിച്ചുകൊണ്ട് തറവാട്ടമ്മ അകത്തേക്ക് ഇരച്ചുകയറി. അവരുടെ കയ്യിൽ മുത്തശ്ശി വർഷങ്ങളോളം അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന ആ വലിയ ഇരുമ്പുപാര ഉണ്ടായിരുന്നു. "എടി അസത്തെ, എഴുന്നേൽക്കടി അവിടുന്ന്. കരഞ്ഞു തീർക്കാൻ നിന്റെ തന്ത ഉണ്ടാക്കിവെച്ച കൊട്ടാരമൊന്നും അല്ലിത്. തിന്നുന്ന ചോറിന് നന്ദിയുണ്ടെങ്കിൽ പോയി ആ വലിയ ചെമ്പ് കഴുകിവെക്ക്." ഗീതിക ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. കരഞ്ഞു കലങ്ങിയ അവളുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവൾ തറവാട്ടമ്മയുടെ കാൽക്കൽ വീണു. "തമ്പ്രാട്ടി, മുത്തശ്ശി പറഞ്ഞിരുന്നു എനിക്ക് കോളേജിൽ പോകണമെന്ന്. എന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. എനിക്ക് നല്ല മാർക്കുണ്ട് തമ്പ്രാട്ടി. പ്ലീസ് എന്നെ പഠിക്കാൻ വിടണം." അവൾ വിതുമ്പിക്കൊണ്ടപേക്ഷിച്ചു. അവൾ പറഞ്ഞു തീരും മുൻപേ വായുവിലുയർന്ന തറവാട്ടമ്മയുടെ കൈ അവളുടെ മെലിഞ്ഞ കവിളിൽ ആഞ്ഞുപതിച്ചു. അടികിട്ടിയ ആഘാതത്തിൽ അവൾ നിലത്തേക്ക് തെറിച്ചു വീണു. കവിളിലെ ചർമ്മം നീറിപ്പുകഞ്ഞു. വായിൽ നിന്നും ഉപ്പുരസമുള്ള ഒരു തുള്ളിച്ചോര അവളുടെ ചുണ്ടിലൂടെ ഒലിച്ചിറങ്ങി. "കോളേജോ? വേലക്കാരിയുടെ കൊച്ചുമകൾക്ക് ഇത്ര അഹങ്കാരമോ?" തറവാട്ടമ്മയുടെ കണ്ണുകളിൽ ക്രൂരത മിന്നിമറഞ്ഞു. "പഠിച്ചു വലിയ ആളാകാൻ നോക്കുന്നോടി നീ? നിന്റെ പഠിത്തമൊക്കെ ഇവിടെ അവസാനിച്ചു. ഇനി ഈ വീട്ടിലെ പണികളെടുത്തു ഇവിടെ ചാവണം. അല്ലെങ്കിൽ ഈ നിമിഷം ആ പടിവാതിൽ കടന്നു തെരുവിലേക്കിറങ്ങിക്കോ. അവിടെ പട്ടികൾ നിന്നെ കടിച്ചുകീറുന്നത് കാണാൻ എനിക്ക് നല്ല രസമായിരിക്കും. ഇറങ്ങുന്നോടി." ഭയം കൊണ്ട് അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. പുറത്തെ ആ വലിയ ലോകത്ത് തനിക്കാരുമില്ലെന്ന സത്യം അവളെ തളർത്തി. മറുത്തു പറയാൻ കരുത്തില്ലാതെ അവൾ മെല്ലെ എഴുന്നേറ്റു. അന്നു തുടങ്ങിയതാണ് അവളുടെ നരകയാതന. പുലർച്ചെ 4 മണിക്ക് ഉറക്കമില്ലാത്ത കണ്ണുകളുമായി അവൾ ഉണരും. കനത്ത ഇരുമ്പു ചെമ്പുകളും കലങ്ങളും ഉരച്ചു കഴുകി അവളുടെ വിരലുകളിലെ തൊലി ഉരഞ്ഞുപൊട്ടി. വിരൽ തുമ്പുകളിൽ നിന്ന് നീരൊലിച്ചിട്ടും കൈകൾ മരവിച്ചിട്ടും അവൾക്ക് വിശ്രമിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. രാത്രി 12 മണി കഴിഞ്ഞാലും അടുക്കളയിലെ കരിപുരണ്ട ചുവരുകൾക്ക് മുന്നിൽ അവൾ തളർന്നു നിൽക്കുമായിരുന്നു. ഓരോ അടിയും ശകാരവും അവളുടെ ആത്മാവിനെ ഓരോ ദിവസവും കൊന്നുകൊണ്ടിരുന്നു. അക്ഷരങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ആ കണ്ണുകളിൽ ഇപ്പോൾ കണ്ണീർ പോലും വറ്റിപ്പോയിരിക്കുന്നു. ഒരു യന്ത്രത്തെപ്പോലെ ആജ്ഞകൾക്കനുസരിച്ചു ചലിക്കുന്ന ഒരു ഉടലായി അവൾ മാറി. പക്ഷേ അവളുടെ ഉള്ളിലെ ആ പാവം പെൺകുട്ടി ഇന്നും മുത്തശ്ശിയുടെ ആ പഴയ സാരിയിൽ മുഖം പൂഴ്ത്തി ഒരു രക്ഷകനായി കാത്തിരിക്കുകയായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി. ആഴ്ചകൾ മാസങ്ങൾക്കും. ഒടുവിൽ 3 വർഷങ്ങൾ കടന്നുപോയി. ഭൈരവിഗീതികയെ സംബന്ധിച്ചിടത്തോളം അത് വെറുമൊരു കാലമായിരുന്നില്ല. 1000-ലധികം ദിവസങ്ങൾ നീണ്ടുനിന്ന തടവറയായിരുന്നു. ആ വലിയ കോവിലകത്തെ കരിപുരണ്ട ചുവരുകൾക്കിൽ അവളുടെ ചിരി മാഞ്ഞുപോയിട്ട് കാലമേറെയായി. മഴയും വെയിലും മാറിവന്നു. പക്ഷേ അവളുടെ വിധിക്ക് മാത്രം മാറ്റമുണ്ടായില്ല. കോവിലകത്തെ മറ്റു കുട്ടികൾ വിലകൂടിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് അത്തറും പൂശി ഉല്ലാസയാത്രകൾക്ക് പോകുമ്പോൾ അവൾ അടുക്കളയിലെ പുകയ്ക്കിടയിൽ കണ്ണുനീരൊഴുക്കി നിൽക്കും. അവൾ ഉണ്ടാക്കിക്കൊടുത്ത പലഹാരങ്ങൾ കൊതിയോടെ തിന്ന് അവർ ചിരിക്കുമ്പോൾ ആ എച്ചിൽ പാത്രങ്ങൾ കഴുകാനായിരുന്നു അവളുടെ നിയോഗം. ഒരിക്കൽ ഉച്ചവെയിൽ മുറ്റത്ത് കനത്തു നിൽക്കുന്ന സമയം തറവാട്ടിലെ പെൺകുട്ടികൾ പുതിയ ഐഫോണുമായി ഉമ്മറത്ത് ഫോട്ടോ എടുക്കുകയായിരുന്നു. ചിരിച്ചും കളിച്ചും അവർ ഓരോ പോസിനായി മത്സരിച്ചു. അടുക്കളയിലെ ജനാലയ്ക്കൽ ഒതുങ്ങി നിന്ന് വിടർന്ന കണ്ണുകളോടെ അവൾ ആ കാഴ്ച നോക്കി നിന്നു. തനിക്കും ഇതുപോലെ ഒന്ന് ചിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവൾ അറിയാതെ മോഹിച്ചുപോയി. പെട്ടെന്നാണ് അഞ്ജനയുടെ കണ്ണുകൾ ഗീതികയിൽ പതിഞ്ഞത്. "എടി ഗീതികേ, നീ എന്തിനാ അവിടെ നോക്കി നിൽക്കുന്നത്? നിനക്കും ഇതൊക്കെ വേണോ?" അഞ്ജനയുടെ പരിഹാസം നിറഞ്ഞ ചോദ്യം കേട്ട് ഗീതിക പതുക്കെ തലതാഴ്ത്തി. "ഇങ്ങോട്ട് വന്നേ," അഞ്ജന വിളിച്ചു. ഗീതിക ഭയത്തോടെ മുറ്റത്തേക്കിറങ്ങി. അഞ്ജന തന്റെ ഫോൺ അവളുടെ മുഖത്തിനു നേരെ പിടിച്ചു. "നോക്ക്, നിന്റെ ഈ കരിപുരണ്ട മുഖമിതിൽ തെളിയില്ലടി.
ഈ വില കൂടിയ ഫോണിനു പോലും നിന്റെ ദയനീയാവസ്ഥ താങ്ങാൻ കഴിയില്ല. അഞ്ജന പൊട്ടിച്ചിരിച്ചു. കൂടെയുള്ളവരും ആ ചിരിയിൽ പങ്കുചേർന്നു. മുത്തശ്ശി മരിച്ചപ്പോലെങ്കിലും നിനക്കീ നാട് വിട്ടുപോകാമായിരുന്നു. ഇതിപ്പോ ഇവിടെ കിടന്ന് പണിയെടുത്ത് നരകിക്കാനാണല്ലോ നിന്റെ വിധി. എന്തിനാടി നീ ഇങ്ങനെ ജീവിക്കുന്നത്? അഞ്ജനയുടെ വാക്കുകൾ ഓരോന്നും ഗീതികയുടെ ഹൃദയത്തിൽ ഈയം ഉരുക്കിയൊഴിക്കുന്നതുപോലെ തോന്നി. അവളൊന്നും മിണ്ടിയില്ല. പ്രതികരിക്കാനുള്ള കരുത്തോ വാദിക്കാനുള്ള അവകാശമോ അവൾക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. എനിക്ക് പോകാൻ ഒരിടവുമില്ലല്ലോ എന്ന സത്യം ഒരു നീറ്റലായി അവളുടെ ഉള്ളിൽ പടർന്നു. തന്റെ ആത്മാവ് ഓരോ ദിവസവും മരിക്കുന്നത് അവൾ അറിഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി ആ കോവിലകത്ത് ഭൈരവി ഗീതിക നേരിട്ടത് വെറും പണികളായിരുന്നില്ല, മറിച്ച് അരുൺ എന്ന ക്രൂരമൃഗത്തിന്റെ വന്യമായ വേട്ടയാടലുകളായിരുന്നു. മുത്തശ്ശി ജീവിച്ചിരുന്നപ്പോൾ അവളുടെ തണലിനെ ഭയപ്പെട്ടിരുന്ന ആ വിഷപ്പാമ്പ് ഇപ്പോൾ അവൾ തനിച്ചായതോടെ പത്തി വിടർത്തി ആടിത്തുടങ്ങിയിരിക്കുന്നു. ഓരോ ദിവസവും അവന്റെ കണ്ണുകൾ അവളുടെ ശരീരത്തെ പിച്ചി ചീന്തുന്നത് അവൾ ഭീതിയോടെ അറിഞ്ഞു. നിശബ്ദത താളം കെട്ടി നിൽക്കുന്ന രാത്രികളാണ് അവളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത്. അടുക്കളപ്പുറത്തെ ആ ചെറിയ മുറിയിൽ ഒരൊറ്റ വാതിലിന്റെ ബലത്തിൽ അവൾ ചുരുണ്ടുകൂടിക്കിടക്കും. പല രാത്രികളിലും ആ പഴയ മരവാതിലിൽ ആരോ നഖം കൊണ്ട് മാന്തുന്ന ശബ്ദം അവൾ കേട്ടു. പുറത്ത് അരുണിന്റെ കനത്ത ശ്വാസമെടുപ്പും വഷളൻ ചിരിയും കേൾക്കുമ്പോൾ അവളുടെ ഹൃദയം നിലച്ചുപോകുമെന്ന് തോന്നും. ഗീതികേ, വാതിൽ തുറക്കെടി, നിനക്കൊക്കെ വേണ്ടത് ഞാൻ തരാം. പുറത്തെ ആ മൃഗീയമായ മന്ത്രിക്കൽ കേട്ട് പുതപ്പിനുള്ളിൽ വിറങ്ങലിച്ചു കിടന്ന് അവൾ ദൈവത്തെ വിളിക്കും. ഓരോ കാൽപെരുമാറ്റവും തന്റെ ജീവനെടുക്കാൻ വരുന്ന കാലന്റേതാണെന്ന് അവൾ ഭയപ്പെട്ടു. ഒരിക്കൽ ഉച്ചയ്ക്ക് എല്ലാവരും വിശ്രമിക്കുന്ന സമയം മുകളിലത്തെ നില തുടച്ചു വൃത്തിയാക്കി താഴേക്കിറങ്ങുകയായിരുന്നു അവൾ. സ്റ്റെയർകേസിന് താഴെ ഇരുളടഞ്ഞ ആ മൂലയിൽ അവൻ അവളെ കാത്തുനിന്നു. അവൾ കടന്നുപോകാൻ തുടങ്ങിയതും അവന്റെ കരുത്തുറ്റ കൈകൾ അവളുടെ തോളിൽ മുറുകി. എന്താ ഗീതികേ, നീ എന്തിനാ ഇത്ര വാശി കാണിക്കുന്നത്? അരുണിന്റെ ശബ്ദത്തിൽ വന്യമായൊരു താളമുണ്ടായിരുന്നു. ഈ എച്ചിൽ പാത്രങ്ങൾ കഴുകിയും ചാണകം വാരിയും നിന്റെ ഈ സുന്ദരമായ കൈകൾ നശിക്കുന്നത് കാണാൻ എനിക്ക് സങ്കടമുണ്ട്. നീയൊന്ന് മനസ്സ് വെച്ചാൽ, നീയൊന്ന് ചിരിച്ചാൽ, ചിരിച്ചാൽ ഈ കോവിലകത്തെ റാണിമാരെപ്പോലെ നിനക്ക് കഴിയാമല്ലോ. അവന്റെ മദ്യഗന്ധമുള്ള ശ്വാസം തന്റെ മുഖത്ത് തട്ടിയപ്പോൾ അവൾ കോക്കാനം വന്നു. കണ്ണീർ വാർത്തുകൊണ്ട് അവൾ കൈകൾ കൂപ്പി. ദയവു ചെയ്തെന്നെ വിടൂ. ഞാൻ നിങ്ങളെ ഒരു ജ്യേഷ്ഠനെപ്പോലെയാണ് കണ്ടിട്ടുള്ളത്. അറിഞ്ഞോ അറിയാതെയോ പോലും എന്നെ ഉപദ്രവിക്കരുത്. ജ്യേഷ്ഠനോ? അവൻ പെട്ടെന്ന് ക്രൂരമായി പൊട്ടിച്ചിരിച്ചു. അവളുടെ താടിക്ക് പിടിച്ചുയർത്തി തന്റെ മുഖത്തേക്ക് അവൻ അടുപ്പിച്ചു. അവന്റെ വിരലുകൾ അവളുടെ കവിളിൽ ആഞ്ഞുപതിഞ്ഞു. വേലക്കാരിയുടെ ജ്യേഷ്ഠനാകാൻ എനിക്ക് സൗകര്യമില്ലടി. ഈ കോവിലകത്തെ തമ്പുരാനാണ് ഞാൻ. നീ വെറുമൊരു കളിപ്പാട്ടവും. നീ എന്റെ കയ്യിലൊതുങ്ങുന്ന ഒരു ദിവസം വരും ഗീതികേ. അന്ന് നിന്നെ രക്ഷിക്കാൻ നിന്റെ ആ ശവം തീറ്റിയ മുത്തശ്ശിയും വരില്ല, ദൈവവും വരില്ല. അവന്റെ ആ വാക്കുകൾ അവളുടെ കാതുകളിൽ ഈയമുരുക്കിയൊഴിക്കുന്നതുപോലെ തോന്നി. അവൻ അവളുടെ മുടിയിൽ ബലമായി പിടിച്ച് പിന്നിലേക്ക് വലിച്ചു. ആ വേദനയേക്കാൾ അവളുടെ ഉള്ളിൽ നീറിയത് തന്റെ ആത്മാഭിമാനം ചവിട്ടിമെതിക്കപ്പെട്ടപ്പോഴാണ്. താൻ ജനിച്ചതും വളർന്നതും ഈ വീടിന്റെ ചാരത്തിലാണെങ്കിലും ഇനിയും ഇവിടെ തുടരുന്നത് തന്റെ മരണത്തിലേക്കാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവന്റെ ആ വഷളൻ ചിരി തന്റെ പിന്നിൽ പ്രതിധ്വനിക്കുമ്പോൾ, ഇരുട്ടിലേക്ക് ഓടുമ്പോഴും അവളുടെ ഉള്ളിൽ ഒരു ഉറച്ച തീരുമാനം രൂപപ്പെടുകയായിരുന്നു. ഇനിയൊരു ഇരയായി ഇവിടെ കഴിയാൻ തനിക്കു വയ്യ.